CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ SBT ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്. കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ശ്രീകൃഷ്ണപുരത്ത് നടക്കുന്ന പാലക്കാട് ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ 3-ാം നാളിൽ കടുത്ത മത്സരം. സംഘനൃത്തം, ഭരതനാട്യം, പൂരക്കളി, മോണോ ആക്ട് തുടങ്ങിയ മത്സരങ്ങളും വിവിധ വേദികളിലായി നടന്നു. പെരിന്തൽമണ്ണ നഗരസഭയിലെ ലൈഫ് ഫ്ളാറ്റ് സമുച്ചയത്തിൽ നെറ്റ്വർക്കിംഗ് സംവിധാനത്തോടു കൂടിയ മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് കൗൺസിൽ അംഗീകാരം നൽകി. അടിയന്തര കൗൺസിൽ ചേർന്നാണ് അംഗീകാരം നൽകിയത്. സമസ്തയെയും ലീഗിനെയും രണ്ടു വഴിക്കാക്കാൻ ആര് ശ്രമിച്ചാലും സമ്മതിക്കില്ലെന്ന് അബ്ദുസമദ് പൂക്കോട്ടൂർ. സുപ്രഭാതം പത്രത്തിൽ പരസ്യം കൊടുത്ത് വൃത്തികേട് ചെയ്തുവെന്നും അബ്ദുസമദ് പൂക്കോട്ടൂർ പറഞ്ഞു. മുസ്ലിം ലീഗ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം പ്രവർത്തക സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ശ്രീകൃഷ്ണപുരത്ത് നടക്കുന്ന പാലക്കാട് ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ 3-ാം നാളിൽ കടുത്ത മത്സരം. സംഘനൃത്തം, ഭരതനാട്യം, പൂരക്കളി, മോണോ ആക്ട് തുടങ്ങിയ മത്സരങ്ങളും വിവിധ വേദികളിലായി നടന്നു. സംഘനൃത്തം, ഭരതനാട്യം, നാടകം, മൃദംഗം, തബല, ലളിതഗാനം, പൂരക്കളി, പരിചമുട്ടുകളി, തമിഴ് കലോത്സവം തുടങ്ങിയവയിലാണ് മത്സരങ്ങൾ പ്രധാനമായും നടന്നത്. CCN കടമ്പഴിപ്പുറം. 63 കലാ അധ്യാപകർ ചേർന്നുള്ള സ്വാഗതഗാനത്തോടെ പാലക്കാട് ജില്ലാ കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം MLA K. പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് K. പ്രേംകുമാർ അവർകളാണ് നമുക്കേവർക്കും സുപരിചിതനായ ഈ പ്രദേശവാസി കൂടിയായ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യയിലെ ഏറ്റവും പിറകിൽ നിന്നിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു നമ്മുടെ. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ, ആരോഗ്യത്തിന്റെ കാര്യത്തിൽ, സാമൂഹ്യ സുരക്ഷയുടെ കാര്യത്തിലെല്ലാം ഇന്ത്യയിൽ ഏറ്റവും പിന്നിൽ നിന്നിരുന്ന ഒരു നാടായിരുന്നു കേരളം. എന്നാൽ ഇന്ന് ലോകത്തിനു മുന്നിൽ അഭിമാനപൂർവ്വം പറയാവുന്ന നിലയിൽ വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത്, സാമൂഹ്യ സുരക്ഷാ രംഗത്ത്, ആയുർദൈർഘ്യത്തിന്റെ കാര്യത്തിൽ, ജനങ്ങളുടെ ജീവിത നിലവാരത്തിന്റെ കാര്യത്തിലെല്ലാം വലിയ ദൂരം മുന്നോട്ട് പോകാനും മുൻപന്തിയിലെത്താൻ രാജ്യത്തിന് തന്നെ അഭിമാനകരമാകുന്ന നിലയിൽ നേട്ടങ്ങളിലേക്ക് കുതിക്കാനും നമ്മുടെ നാടിന് സാധിച്ചു. ചലച്ചിത്ര താരം രചന നാരായണൻകുട്ടി മുഖ്യാതിഥിയായി. ഞാനൊരു ഡോക്ടറാവണമെന്നോ എഞ്ചിനീയർ ആവണമെന്നോ അല്ലെങ്കിൽ മറ്റു മേഖലകളിലേക്ക് പോയി പഠിക്കണമെന്നോ അങ്ങനെയൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. ഒരു ഗുരുകുല വിദ്യാഭ്യാസം പോലെ ശ്രീ തൃശ്ശൂർ ജനാർദ്ദനൻ മാഷിന്റെ വീട്ടിൽ നിന്നുകൊണ്ട് നൃത്തം അഭ്യസിച്ച് പഠിച്ച് അവിടുന്ന് സ്കൂളിൽ പോയി, അവിടുന്ന് കോളേജിൽ പോയി, അവിടുന്ന് പ്രോഗ്രാംസിന് പോയി, അങ്ങനെ വളർന്ന ഒരു കുട്ടിയാണ് ഞാൻ. ഇന്ന് ഈ വേദിയിൽ വിശിഷ്ട അതിഥിയായിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നത് കല എന്താണ് എനിക്ക് തന്നത്. എൻ്റെ ജീവിതത്തിൽ കല കൊണ്ടുണ്ടായിട്ടുള്ള
നേട്ടം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ കല എന്നെ എപ്രകാരം മാറ്റി എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ പി സുനിജ, ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ്, പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് ബീന ചന്ദ്രനെ ചടങ്ങിൽ ആദരിച്ചു. CCN കടമ്പഴിപ്പുറം. പാലക്കാട് ജില്ലാ കലോത്സവത്തിൽ നാടോടി നൃത്തത്തിൽ 1ാം സ്ഥാനം നേടി അനാമിക. മികച്ച പ്രകടനമാണ് ചാലിശ്ശേരി GHSSലെ അനാമിക കാഴ്ചവെച്ചത്. പാലക്കാട് റവന്യൂ ജില്ലാ കലോത്സവം പുരോഗമിക്കുകയാണ്. ഹയർ സെക്കൻഡറി വിഭാഗം നാടോടി നൃത്തത്തിൽ 1ാം സ്ഥാനം നേടിയിരിക്കുകയാണ് അനാമിക. ചാലശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. നല്ല മത്സരമാണ് നാടോടി നൃത്തത്തിൽ പൊതുവെ മത്സരാർത്ഥികൾ പങ്കുവെക്കാറുള്ളത്. അപ്പോൾ അതിൽ നല്ല മികച്ച മത്സരം കാഴ്ചവെച്ചുകൊണ്ട് അനാമിക 1ാം സ്ഥാനം നേടി സംസ്ഥാന തലത്തിലേക്ക് മത്സരിക്കാൻ പോവുകയാണ്. അനാമിക, എന്ത് തോന്നുന്നു ഒരു ജില്ലയിൽ സമ്മാനം കിട്ടിയിരിക്കുന്നത്? ഒത്തിരി സന്തോഷമുണ്ട്. ഫൈനൽ ഇയർ ആണ്, അതുകൊണ്ട് തന്നെ എക്സൈറ്റ്മെന്റും ഉണ്ടായിരുന്നു, ടെൻഷനും ഉണ്ടായിരുന്നു. നന്നായി ചെയ്യാൻ പറ്റി. എങ്ങനെയാണ് പരിശീലനമൊക്കെ ഈ നാടോടി നൃത്തത്തിൽ? എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് വരുന്നത്? ഏതൊക്കെ ഐറ്റങ്ങളിൽ ഇനി അനാമിക മത്സരിക്കാനുണ്ട്? ഞാൻ 6th തൊട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് തുടങ്ങിയത് കലോത്സവത്തിൽ. ഭരതനാട്യം, കേരള നടനം, കുച്ചിപ്പുടി, നാടോടി നൃത്തമാണ് ചെയ്യാറ്. നാടോടി നൃത്തം പഠിപ്പിക്കുന്നത് സൂരജ് സാറാണ്. സാർ ഇപ്പോൾ വീട്ടിൽ വന്നിട്ടാണ് എടുക്കുന്നത്. പിന്നെ കുച്ചിപ്പുടി എടുക്കുന്നത് ലക്ഷ്യ ടീച്ചറാണ്. ശ്രീപുരന്തര നൃത്തവിദ്യാലയത്തിലാണ് ഇപ്പോൾ പഠിക്കുന്നത്. എങ്ങനെയാണ് ഫാമിലി സപ്പോർട്ട്, അധ്യാപകരുടെ സപ്പോർട്ട് എങ്ങനെയാണ്? അച്ഛനും അമ്മയും ടീച്ചേഴ്സും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഞാനൊന്ന് ഡൗൺ ആയാലും അവരെ എൻകറേജ് ചെയ്ത് കൊണ്ടുവന്നോളും, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അനാമിക ഇപ്പോൾ നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇത് ഫൈനൽ ഇയർ ആണ്. അനാമികയുടെ ഈ ഒരു സ്കൂൾ വിദ്യാഭ്യാസം ഈ ഒരു കലോത്സവ വേദിയിലെ അവസാന പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അനാമിക കുച്ചിപ്പുടി, ഭരതനാട്യം സകല കലാവല്ലഭയാണ്. അപ്പോൾ കലോത്സവ വേദികളിലേക്ക് ഒരു തീരാ നഷ്ടം കൂടിയാണ് അനാമിക. ഈ വർഷം പഠനം കഴിഞ്ഞു പോകുമ്പോൾ ഇനി കലോത്സവ വേദികളില്ല, യൂണിവേഴ്സിറ്റി കലാവേദികളിലായിരിക്കും ഇനി അനാമിക തിളങ്ങാൻ കഴിയുക. തീർച്ചയായിട്ടും നമ്മളൊപ്പം മാതാപിതാക്കൾ ചേരുന്നുണ്ട്. ജില്ലയിൽ നിന്ന് വളരെയധികം സന്തോഷമുണ്ട്. എങ്ങനെയുണ്ട് മകള് പഠിക്കുമ്പോഴൊക്കെ ഒരു പ്രാക്ടീസും കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ല. ഇപ്പൊ വീട്ടിൽ വന്നിട്ടാണ് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, അവള് നന്നായി ചെയ്യുന്നുണ്ട്. അച്ഛനുണ്ട് കൂടെ. പേരെന്താണ്? പേര് മണികണ്ഠൻ. മണികണ്ഠൻ എന്ത് ചെയ്യുന്നു ജോലി? ഞാൻ വെൽഡറാണ്, വെൽഡിംഗ് വർക്ക് ചെയ്യണം. ചാലിശ്ശേരി. വീട് കാഞ്ഞിരത്താണ്, സ്കൂളാണ് അവള് ചാലിശ്ശേരി. കാഞ്ഞിരത്തിൽ കപ്പൂർ കാഞ്ഞിരത്താണിലാണ് ഞങ്ങൾ താമസം. വീട് അവിടെയാണ്. ഇങ്ങനെ മകൾക്ക് 1ാം സ്ഥാനം കിട്ടിയിരിക്കുന്നു, സംസ്ഥാന തലത്തിലേക്ക് മത്സരിക്കാൻ പോകുന്നു. സന്തോഷമുണ്ട്, നല്ല സന്തോഷമുണ്ട്. കാരണം പോലെ 10ാം ക്ലാസ്സിൽ ഇതുപോലെ സ്റ്റേറ്റിൽ പോയതാണ് നാടോടി നൃത്തം കൊണ്ട് ആയിട്ട് തന്നെ. ഇപ്പോൾ ഇനി +2 രാഹുൽ പറഞ്ഞ പോലെ ഫൈനൽ ഇയർ ആണ്. വീണ്ടും +2 നിന്ന് വീണ്ടും സ്റ്റേറ്റിലേക്ക് പോവുകയാണ്. തീർച്ചയായിട്ടും പാലക്കാട് റവന്യൂ ജില്ലാ കലോത്സവം പുരോഗമിക്കുമ്പോൾ അനാമികയ്ക്ക് ഇനി സംസ്ഥാന തലത്തിൽ ഒരു മിന്നുന്ന പ്രകടനം കാഴ്ചകൊണ്ട് പാലക്കാട് ജില്ലയെ 1ാം സ്ഥാനത്തിലെത്തിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ക്യാമറമാൻ അർഷാദ് മണ്ണാർക്കാടിനൊപ്പം നൌഷാദ് ആലിപ്പറമ്പ്, CCN ന്യൂസ്. പാലക്കാട് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ UP വിഭാഗം തിരുവാതിരക്കളിയിൽ 1ാം സ്ഥാനം നേടി HSS പെരിങ്ങോടിലെ വിദ്യാർത്ഥികൾ. മികച്ച പ്രകടനമാണ് മത്സരാർത്ഥികൾ കാഴ്ചവെച്ചത്. നമസ്കാരം. 63ാമത് പാലക്കാട് റവന്യൂ ജില്ലാ കലോത്സവം പുരോഗമിക്കുകയാണ്. UP വിഭാഗം തിരുവാതിരക്കളിയിൽ 1ാം സ്ഥാനം നേടിയ പെരിങ്ങോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് നമ്മളോടൊപ്പം കൂടുന്നത്. നല്ല മത്സരമായിരുന്നു തിരുവാതിരക്കളി മത്സരത്തിൽ നടന്നത്. അതായത് ഒട്ടനവധി സ്കൂളുകൾ ഈ ഐറ്റത്തിൽ പങ്കെടുക്കുകയുണ്ടായി. അതിൽ നിന്ന് അവരെല്ലാം തന്നെ മികച്ച പ്രകടനം കൊണ്ട് തന്നെ 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. എ ഗ്രേഡോടെ ഈ ജില്ലാ കലോത്സവത്തിൽ 1ാം സ്ഥാനം നേടിയിരിക്കുന്നു പെരിങ്ങോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്? അനാമിക. അനാമിക. വൈഗ വിആർ. വി സർഗ സുരേഷ്. പ്രണമ്യ ദത്ത്. ആവണി കൃഷ്ണ. കൃഷ്ണേന്ദു. കീർത്തന. ആവണി. തൻവി. ശ്രീലയൻ വിനോദ്. ഓക്കെ, 1ാം സ്ഥാനം നേടിയിരിക്കുന്നു. എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നുണ്ട്.
എങ്ങനെയാണ് ആരാണ് നിങ്ങളെങ്ങനെ ചിട്ടപ്പെടുത്തി പഠിപ്പിച്ചെടുത്തത്? ആരാണ് തിരുവാതിരക്കളി പാട്ട് പാടിയിരുന്ന ആരാണ്? പേര് സുരേഷ്. ആ പാട്ടൊന്ന് പാടും. അനാമിക ഉണ്ടായിരുന്നു. ഓക്കെ, അനാമിക ഒന്ന് ഇങ്ങോട്ട് മാറി നിൽക്കും. ഓക്കെ, ഇവർ രണ്ടുപേരും കൂടിയാണ് നല്ല താളബോധത്തിൽ തന്നെ അവർ തിരുവാതിരക്കളിയിൽ ആ പാട്ട് പാടിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ നല്ല മികവോട് കൂടിയുള്ള കളിയായിരുന്നു ഈ ടീമിൻ്റെത്. അതുകൊണ്ട് തന്നെ അവർക്ക് ജില്ലയിൽ 1ാം സ്ഥാനം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പാട്ടൊന്ന് പഠിക്കാൻ. ഗണപതി ഗണനായകനെ ശിവശങ്കര സന്തതിയേ ഗംഭീരാകൃതിയായൊരു മൂർത്തി ശക്ത ശുഭങ്കരനെ സുരശക്ത ശുഭങ്കരനെ ചെങ്കണപതി സുരസുന്ദര ഗണപതി നാർത്തന ഗണപതിയേ ചെഞ്ചിട ചൂടിയ ചന്ദ്രകലാധര പുത്ര ഗണേശ്വരനെ ശിവപുത്ര ഗണേശ്വരനെ. ഈ പാട്ട് പോലെ തന്നെ ആയിരുന്നു അവരുടെ പ്രകടനവും സ്റ്റേജില്. അതായത് ഒരു തിരുവാതിരക്കളിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിന്റെ ഇഷ്ടപ്പെടുത്തിയെടുക്കുന്ന ഗാനമാണ്. ആ ഗാനം ഇവരിപ്പോൾ ആലപിച്ച അതേ ടെമ്പോയിൽ തന്നെ അവർ സ്റ്റേജിൽ അവതരിപ്പിക്കുകയും അതുപോലെ തന്നെ നല്ല മികച്ച പ്രകടനമാണ് അവർ സ്റ്റേജിൽ കാഴ്ചവെച്ചത്. നിങ്ങൾ എല്ലാവരും ഒരേ ക്ലാസ് തന്നെയാണോ? 7ാം ക്ലാസ്സിലാണോ? എന്തായാലും പാലക്കാട് ജില്ലാ കലോത്സവം ഇവിടെ അവസാനിക്കുമ്പോൾ ഇന്ന് UP വിഭാഗമാണ്. ഇവർക്ക് ഇനി സംസ്ഥാനതല മത്സരമില്ല. തീർച്ചയായിട്ടും വരും നാളുകളിൽ അവർ ഹൈസ്കൂൾ തലത്തിലേക്ക് എത്തുമ്പോൾ മികച്ച പ്രകടനമായി സംസ്ഥാന തലത്തിലേക്ക് എത്തി അവിടെ നിന്നും 1ാം സ്ഥാനം കരസ്ഥമാക്കാൻ ഇവർക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. താങ്ക് യു. ക്യാമറമാൻ അർഷാദ് മണ്ണാർക്കാടിനൊപ്പം നൌഷാദ് ആലിപ്പറമ്പ്, CCN ന്യൂസ്. പാലക്കാട് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ UP വിഭാഗം മോഹിനിയാട്ട മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയിരിക്കുകയാണ് സൂര്യ സുനിൽ. പാലക്കാട് മോയൻ HSSലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സൂര്യ സുനിൽ. പാലക്കാട് റവന്യൂ ജില്ലാ കലോത്സവത്തിൽ UP വിഭാഗം മോഹിനിയാട്ടത്തിൽ 1ാം സ്ഥാനം കിട്ടിയ സൂര്യ സുനിലാണ് നമ്മോടൊപ്പം ഉള്ളത്. നമുക്ക് സൂര്യ സുനിലിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. മോളെ, എങ്ങനെയുണ്ട് ഫസ്റ്റ് കിട്ടി? എന്ത് തോന്നുന്നു? ഫസ്റ്റ് കിട്ടിയ സന്തോഷം തോന്നുന്നു. എൻ്റെ ഒരു കഠിന പ്രവർത്തനമായിരുന്നു ഇത്. അത് നല്ല രീതിയിൽ വർക്കായി. അപ്പോൾ താങ്ക് ഗോഡ് ആൻഡ് മൈ ഗുരു. എങ്ങനെയാണ് പരിശീലനമൊക്കെ? അധ്യാപകരുടെയും അതേമാതിരി വീട്ടുകാരുടെയൊക്കെ സപ്പോർട്ട്, അച്ഛനമ്മ അവരുടെയൊക്കെ സപ്പോർട്ട് എങ്ങനെയാ? ഭയങ്കര സപ്പോർട്ടിങ് ആണ്. എല്ലാവരും ഭയങ്കര സപ്പോർട്ടിങ് ആണ്. എനിക്ക് വേണ്ടിയിട്ട് അവർ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം അതിനുള്ള ഒരു പ്രവർത്തനം റിസൾട്ട് ഞാൻ ചെയ്തു കൊടുത്തവർക്ക്. ഓക്കെ, സന്തോഷമായി. അപ്പൊ ഏതായാലും UP വിഭാഗത്തിൽ ജില്ലാ മത്സരത്തോടു കൂടി ഇവിടെ അവസാനിക്കുകയാണ്. അവർക്ക് സംസ്ഥാനതല മത്സരങ്ങളില്ല. തീർച്ചയായിട്ടും സൂര്യക്ക് ഇനി അടുത്ത വർഷം, ഇപ്പൊ 7ാം ക്ലാസ്സിലാണ് സൂര്യ പഠിക്കുന്നത്, 8ാം ക്ലാസ്സിൽ കൂടുതൽ മികവോടെ വിജയിച്ച് സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം നേടാൻ സൂര്യ പ്രാപ്തമാട്ടെ എന്ന് പറയാം. നമുക്ക് അവരുടെ ഈ ഒരു നേട്ടം കൈവരിക്കുന്നതിന് വേണ്ടി അധ്യാപകരും അതുപോലെ തന്നെ മാതാപിതാക്കളൊക്കെ നല്ല സപ്പോർട്ടാണെന്നാണ് സൂര്യ പറയുന്നത്. അവരുടെ മാതാപിതാക്കൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ട് മോൾക്ക് ഒരു ജില്ലയിൽ ഫസ്റ്റ് കിട്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു? ഫസ്റ്റ് താങ്ക്സ് പറയേണ്ടത് ഗുരുനാഥനോടാണ്. ഡോക്ടർ പ്രമോദ് സാർ, പുത്തൂർ പ്രമോദ് സാറ്. സാറുടെ കഠിനാധ്വാനം അത് തന്നെ പറയാം. പിന്നെ ഇവളുടെ മുക്കാഭാഗം ഇവളുടെയും എഫേർട്ട്. എല്ലാ കുട്ടികളും നന്നായി കളിച്ചിട്ടുണ്ട്. അപ്പൊ ആ കുട്ടികളെല്ലാവരും നമുക്ക് സത്യമായ റിസൾട്ട് നോക്കുമ്പോൾ ടെൻഷനാണ്, ആർക്ക് കിട്ടും എന്ന്. നമ്മളുടെ അധ്വാനത്തിന്റെ ഫലം കിട്ടി. പിന്നെ മാഷോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത്. മോളോടും ഞങ്ങൾക്കൊരു അഭിമാനമാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ മോള് ഞങ്ങൾക്കൊരു അഭിമാനമാണ്. അച്ഛൻ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. എങ്ങനെയുണ്ട് മകൾക്കൊരു 1ാം സ്ഥാനം കിട്ടിയിരിക്കുന്നു ജില്ലയിൽ നിന്ന്? ഞങ്ങളുടെ അഭിമാനം തന്നെയാണ് അവളിപ്പോ. പ്രത്യേകിച്ചും സൂര്യ നല്ലപോലെ തന്നെ വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് പ്രയത്നിച്ചിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്.
അതിൻ്റെ കൂടെ തന്നെ മാഷോട് ഒരുപാട് നന്ദി പറയണം. മാഷും നല്ല പോലെ രാത്രി വരെ, അതായത് 11-12 മണി വരെ പ്രാക്ടീസ് കൊടുക്കുകയും സൂര്യയ്ക്ക് നല്ല പ്രാക്ടീസ് കിട്ടുകയും അതിലൂടെ തന്നെയാണ് സൂര്യ വാങ്ങിയിട്ടുള്ളതെന്ന് ഞങ്ങൾ തറപ്പിച്ച് പറയാം, ഉറച്ചു പറയാം. അതിൻ്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക, ഒരു ഉദാഹരണം തന്നെയാണ് അവൾ അതിനുള്ള റിസൾട്ട് ഞങ്ങൾക്ക് തന്നു. കഷ്ടപ്പെട്ടതിനുള്ള റിസൾട്ട് എന്തായാലും മകളുടെ ഈ ഒരു നേട്ടത്തിൽ അതിയായ സന്തോഷം തന്നെയാണ് മാതാപിതാക്കളും പങ്കുവെക്കുന്നത്. തീർച്ചയായിട്ടും പാലക്കാട് റവന്യൂ ജില്ലാ കലോത്സവത്തിൽ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഇനിയും കൂടുതൽ വിദ്യാർത്ഥികളും അവരുടെ സമ്മാനങ്ങളും അതുപോലെ അവരുടെ നേട്ടങ്ങളുമായിട്ട് നിങ്ങൾക്ക് മുന്നിലെത്താം. ക്യാമറമാൻ അർഷാദ് മണ്ണാർക്കാടിനൊപ്പം നൌഷാദ് ആലിപ്പറമ്പ്, CCN ന്യൂസ്. പെരിന്തൽമണ്ണ നഗരസഭയിലെ ലൈഫ് ഫ്ലാറ്റ് സമുച്ചയത്തിൽ നെറ്റ്വർക്കിംഗ് സംവിധാനത്തോടു കൂടിയ മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് കൗൺസിൽ അംഗീകാരം നൽകി. അടിയന്തര കൗൺസിൽ ചേർന്നാണ് അംഗീകാരം നൽകിയത്. 200 KLD സംസ്കരണ ശേഷിയുള്ള പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് 2022-23 വാർഷിക പദ്ധതിയിൽ തുക വകയിരുത്തി പദ്ധതി ആവിഷ്കരിച്ചിരുന്നു. പദ്ധതിയുടെ തുടർ നടപടികൾ സ്വീകരിക്കുന്ന ഘട്ടത്തിൽ ശുചിത്വ മിഷനും സംസ്ഥാന സർക്കാരും പ്രൊജക്ടുകൾ പരിശോധിക്കുകയും DBOT പദ്ധതിയാക്കി പൂർത്തിയാക്കണമെന്ന് അറിയിക്കുകയുമായിരുന്നു. തുടർന്ന് പദ്ധതിയുടെ ഡിസൈൻ തയ്യാറാക്കിയ ശേഷമാണ് സാങ്കേതികമായ കാലതാമസം വന്നതെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു. അപ്പോൾ ബിൽഡിംഗ് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ടെൻഡർ ചെയ്യുന്ന സമയത്ത് ആ തീരുമാനം ഉണ്ടായില്ല, അതേമാണ് അതിന് കാലതാമസം. അപ്പോൾ തീരുമാന പ്രകാരം സംസ്ഥാനത്ത് DBOT പ്രകാരം നടപ്പാക്കുന്ന ആദ്യത്തെ പ്രോജക്റ്റാണ് നമ്മളെ പ്രോജക്റ്റ്. അപ്പോൾ അതിന് കുറേ സാങ്കേതിക തടസ്സങ്ങളുണ്ട്. ആ സാങ്കേതിക തടസ്സങ്ങൾ മുഴുവൻ നീക്കിക്കൊണ്ട് ശുചിത്വ മിഷൻ സർക്കാർ നമുക്കിതിന് അനുമതി തന്നു. അനുമതി തന്നതാണ് അവിടെ മറ്റു പല പ്രശ്നങ്ങളും കണ്ടത്. അതിലൊന്നാണ് നെറ്റ്വർക്ക്. ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള നെറ്റ്വർക്കിന്റെ പ്രശ്നം. എല്ലാ സെപ്റ്റിക് ടാങ്കുകളെയും ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്ക് അതുകൂടി ഇതിൽ ആഡ് ചെയ്യണം. അതിന് നമ്മൾ പണം നീക്കി വെച്ചു. അപ്പൊ ആ അനുമതി അത് ടെൻഡർ ചെയ്തതായിട്ട് കാണില്ല. ടെൻഡർ ചെയ്യാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ തന്നെ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ശുചിത്വ മിഷന് സാങ്കേതിക അനുമതി ലഭ്യമാക്കുന്നതിന് കൗൺസിലിന്റെ അംഗീകാരം ആവശ്യമാണെന്ന് ശുചിത്വ മിഷൻ അറിയിക്കുകയായിരുന്നു. സാങ്കേതിക അനുമതി ലഭ്യമാകുന്നതിന് ആവശ്യമായ കൗൺസിൽ തീരുമാനം ഉടൻ ശുചിത്വ മിഷന് നൽകും. അനുമതി ലഭ്യമായാൽ ഉടൻ തന്നെ പ്രവർത്തികൾ ആരംഭിക്കുമെന്നും ഫ്ളാറ്റ് സമുച്ചയത്തിലെ മലിനജല പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുമെന്നും ചെയർമാൻ P. ഷാജി അറിയിച്ചു. CCN പെരിന്തൽമണ്ണ. താഴേക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ വാർഡ് വിഭജന കരട് രേഖ മാനദണ്ഡങ്ങൾ ലംഘിച്ചും അശാസ്ത്രീയവുമാണെന്ന് ആരോപിച്ച് UDF പ്രതിഷേധ മാർച്ച് നടത്തി. മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് AK നാസർ ഉദ്ഘാടനം ചെയ്തു. വാർഡുകൾ വിഭജിച്ച് താഴേക്കോട് പഞ്ചായത്തിന്റെ വികസന മുരടിപ്പിലേക്ക് വീണ്ടും തള്ളിവിടുന്ന ഭരണാധികാരികൾക്കെതിരെ താഴേക്കോട് UDFന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ മാർച്ചിന് അശാസ്ത്രീയമായ 5-6 കിലോമീറ്റർ ദൂരമുള്ള വാർഡുകൾ സൃഷ്ടിക്കുക വഴി ഗ്രാമസഭ വരെ ചേരാൻ പ്രയാസമുള്ള സ്ഥിതിയാണ്. ഭൂമിശാസ്ത്രപരമായ അതിരുകൾ വേണമെന്ന നിബന്ധന ലംഘിക്കപ്പെട്ടു. വാർഡ് വിഭജനത്തിന്റെ പരിപൂർണാധികാരം സെക്രട്ടറിക്കാണെന്നിരിക്കെ CPMന്റെ നേതാക്കൾ ഭരണസമിതി പ്രസിഡന്റും കൂട്ടാളികളും സെക്രട്ടറിയുടെ അധികാരം കവർന്നെടുത്താണ് ഈ ധിക്കാര നടപടി ചെയ്തിട്ടുള്ളത്. ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് UDF നേതാക്കൾ പറഞ്ഞു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 2010 ഇതേ രൂപത്തിൽ വാർഡുകൾ വിഭജിച്ചപ്പോൾ UDF ആണ് അധികാരത്തിൽ വന്നത്. അപ്പോൾ വാർഡ് വിഭജനത്തെ ഞങ്ങൾ ഭയക്കുന്നില്ല. UDF ഒരിക്കലും ഏത് രൂപത്തിൽ നിങ്ങൾ വാർഡ് വെട്ടിയാലും അവിടെ പരാജയം നേടും അല്ലെങ്കിൽ നേരിടേണ്ടി വരും എന്നുള്ള ഭയപ്പാട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടല്ല. പക്ഷേ ഈ നാട്ടിലുള്ള ആളുകളെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു രീതിയിലാവാൻ പാടില്ല ഒരിക്കലും ഇത്തരത്തിലുള്ള വാർഡ് വിഭജനം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. UDF ചെയർമാൻ P. പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് AK മുസ്തഫ, VP റഷീദ്, MT അഫ്സൽ, KP ഹുസൈൻ, ഓങ്ങല്ലൂർ ഹമീദ് ഹാജി എന്നിവർ സംസാരിച്ചു. CCN ചെത്തല്ലൂർ. ഓൾ കേരള വീൽ ചെയർ റൈറ്റ്സ് ഫെഡറേഷൻ സംഘടനയുടെ 8ാമത് സ്ഥാപക ദിനം പെരിന്തൽമണ്ണയിൽ ആഘോഷിച്ചു. നഗരസഭാ ചെയർമാൻ P. ഷാജി വീൽ ചെയർ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഭിന്നശേഷിയുള്ളവരുടെ ആവശ്യങ്ങൾ പെരിന്തൽമണ്ണയിൽ നടപ്പാക്കാൻ നഗരസഭാ ചെയർമാന് സംഘടനാ കമ്മിറ്റി നിവേദനം കൈമാറി.
പെരിന്തൽമണ്ണ നഗരസഭ ഒരു പരിപൂർണ ഭിന്നശേഷി സൗഹൃദ മുനിസിപ്പാലിറ്റിയായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള എല്ലാ കാര്യങ്ങളും ഉടൻ നടപ്പിലാക്കണമെന്ന് നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. പെരിന്തൽമണ്ണ നമ്മളെ ഷോപ്പുകളിലൊന്നും റാമ്പ് ഇല്ലാത്ത നല്ല ബുദ്ധിമുട്ടുണ്ട്. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ഏകദേശം റാമ്പ് ഉണ്ട്. അതേപോലെ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു സ്ഥലമാണ് നമ്മളെ വില്ലേജ് ഓഫീസ്. ഞങ്ങൾ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി എപ്പോഴും കയറേണ്ട ആവശ്യമാണ് പെരിന്തൽമണ്ണ വില്ലേജ് ഓഫീസ്. പെരിന്തൽമണ്ണ വില്ലേജ് ഓഫീസിക്ക് ഒരു സാധാരണക്കാരന് തന്നെ കയറാൻ കഴിയില്ല, അത്രയും ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. അതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കാണണമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് ഞങ്ങൾ ഈ നിവേദനത്തോട് കളക്ടർക്കും അതേപോലെ വില്ലേജ് ഓഫീസിലും നമ്മൾ അറിയിക്കുന്നുണ്ട്. അവർ കയറാനുള്ള ഒരു സൗകര്യം നമുക്ക് ഒരുക്കി തരണമെന്ന് ഈ അവസരത്തിൽ നമ്മൾ പറയണം. പെരിന്തൽമണ്ണ മനഴി സ്റ്റാൻഡിൽ നിന്നും തുടങ്ങിയ വീൽചെയർ സ്കൂട്ടർ റാലി പെരിന്തൽമണ്ണ ടൗൺ സ്ക്വയറിൽ സമാപിച്ചു. സംഘടനാ പ്രസിഡന്റ് സലീം കീഴ്ശ്ശേരി, സെക്രട്ടറി ബദറുസമാൻ, ട്രഷറർ മുസ്തഫ കരിമ്പനക്കൽ എന്നിവർ സംസാരിച്ചു. പെരിന്തൽമണ്ണ താലൂക്കിലെ 60 മെമ്പർമാർ യോഗത്തിൽ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ. അർദ്ധരാത്രിയിൽ അങ്കണവാടിയിൽ ഗേറ്റിൽ കുടുങ്ങിയ നായയെ ട്രോമ കെയർ വളണ്ടിയർമാർ രക്ഷപ്പെടുത്തി. നായ അബദ്ധത്തിൽ ഗേറ്റിനകത്തെ കമ്പിയിൽ അകപ്പെടുകയാണുണ്ടായത്. ആലനല്ലൂർ പഞ്ചായത്തിലെ 10ാം വാർഡ് പാക്കത്തുകുളമ്പിലെ അങ്കണവാടി ഗേറ്റിൽ കുടുങ്ങിയ നായയെ പാലക്കാട് ജില്ലാ ട്രോമ കെയർ വളണ്ടിയർമാർ രക്ഷപ്പെടുത്തി. രാത്രിയിൽ നടന്നു പോവുകയായിരുന്ന നായ അബദ്ധത്തിൽ ഗേറ്റിനകത്ത് കമ്പിയിൽ അകപ്പെടുകയാണുണ്ടായത്. നാട്ടുകാർ കണ്ടതിനെ തുടർന്ന് ട്രോമ കെയർ പ്രവർത്തകരെ വിവരമറിയിക്കുകയായിരുന്നു. വളണ്ടിയർമാരായ റിയാസുദ്ദീൻ, നൌഷാദ്, അബ്ദുൾ റഹീം എന്നിവരാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. CCN ചെത്തല്ലൂർ. സമസ്തയെയും ലീഗിനെയും രണ്ടു വഴിക്കാക്കാൻ ആരു ശ്രമിച്ചാലും സമ്മതിക്കില്ലെന്ന് അബ്ദുസമദ് പൂക്കോട്ടൂർ. സുപ്രഭാതം പത്രത്തിൽ പരസ്യം കൊടുത്ത് വൃത്തികേട് ചെയ്തുവെന്നും അബ്ദുസമദ് പൂക്കോട്ടൂർ പറഞ്ഞു. മുസ്ലിം ലീഗ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം പ്രവർത്തക സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ഞാൻ പറയുന്നത് അമിതമായിട്ട് ക്ഷമിക്കണം, എനിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തതാണ്. നമ്മുടെ കെട്ടുറപ്പിന്റെ ഭദ്രത കുറവ് കൊണ്ടാണ് പല സ്ഥലത്തും നമുക്ക് ഈ ബുദ്ധിമുട്ട് വരുന്നത്. നമ്മൾ കെട്ടുറപ്പുടന്നാൽ ഒന്നും സംഭവിക്കാൻ വർഗീയ പ്രചരണം നടത്താൻ വരെ പാലക്കാട് ശ്രമിച്ചു. വർഗീയത പ്രചരിപ്പിക്കാൻ, പത്രത്തിൽ പരസ്യം കൊടുത്തിട്ട് വൃത്തികേട് ചെയ്യാൻ ഞങ്ങളൊക്കെ അതിനെതിരെ ശക്തമായി പ്രതികരിച്ചതാണ്. കൂടെ തന്നെ നിങ്ങളൊരു കാര്യം പറയട്ടെ, ഇപ്പൊ സമസ്ത മുസ്ലിം ലീഗ് തമ്മിൽ അസ്വാരസ്യം ഉണ്ടാക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ ആരും അതിന് കക്ഷി ചേരണ്ട. അത് തീർക്കാൻ മാത്രം യോഗ്യരായ നേതാക്കൾ സമസ്തക്കുമുണ്ട്, മുസ്ലിം ലീഗിനുമുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഒന്നും ചെയ്യാതിരുന്നവർ. പിന്നെ ഒരു കാര്യം ഞാൻ തീർന്നു പറയാം, മുസ്ലിം ലീഗ് ഒരു വഴിക്കും ഇത് വേറൊരു വഴിക്കും ആക്കാൻ ആര് ശ്രമിച്ചാലും അത് നടക്കുന്ന കാര്യമില്ല. ഞങ്ങൾ ആരും അതിനെ സമ്മതിച്ചു കൊടുക്കില്ല. അതൊരിക്കലും നടക്കില്ല. അതിന് സംഭവം ഉണ്ടാവില്ല, പേടിക്കണത്. അത് ആരതിന് ശ്രമിച്ചാലും ശരി, അത് തടയേണ്ട രീതിയിൽ തടയും. നമ്മളിതിനെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 36 കൊല്ലായി. അങ്ങനെ വേഗിട്ട് കയറാൻ ആർക്കും പറ്റില്ല. പക്ഷെ ഒരു സമാധാനം ശാന്തിയൊക്കെ നമുക്കുണ്ടാവും. കാരണം നമ്മൾ മേപ്പറിന്റെ ജീപ്പന് പേടിക്കുന്ന ആൾക്കാരാണ്. എന്തും പറയേണ്ട ആൾക്കാർ എവിടെയും കയറി എന്തും പറയാം. അതിനെക്കുറിച്ച് ഞാനൊന്നും ഇപ്പോൾ പറയുന്നില്ല. കാരണം നമ്മൾ വാക്കിലേറാൻ പാടില്ല, നമ്മുടെ പ്രവർത്തനം കൊണ്ട് ഒരു മസലത്ത് തകരാനും പാടില്ല. അപ്പൊ എപ്പോഴും നമ്മൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നമ്മുടെ പ്രവർത്തനം കൊണ്ട് ഒരു പൊട്ട്, അല്ലെങ്കിൽ നമുക്കൊന്നിപ്പോ മീഡിയകളോട് പറയാനോ സ്റ്റേജിൽ കയറി പ്രസംഗിക്കാനോ കഴിയാത്തൊന്നുമല്ല. പക്ഷെ ഒരു ക്ഷമ, ഒരു സമാധാനം എല്ലാ കാര്യത്തിലും നമ്മൾ പുലർത്തണം. ഈ സമുദായത്തിന്റെ ഐക്യം വളരെ പ്രധാനം. ഒറ്റക്കെട്ടായി സമൂഹം നിൽക്കുമ്പോൾ അപ്പൊ കണ്ടില്ലേ പാലക്കാട് കോൺഗ്രസിന്റെ നേതാക്കൾ എന്താ പറയുന്നത്? അവര് പ്രവർത്തിക്കുന്നത് കണ്ടാൽ മത്സരിക്കുന്നത് കോൺഗ്രസ് എന്നാണ് തോന്നിപ്പോകുന്ന. അത് ആത്മാർത്ഥതയുടെ ഒരു അവസ്ഥയാണ്. അന്യ പാർട്ടിയിൽ നിന്ന് കിട്ടുന്ന ഒരു ക്രെഡിബിലിറ്റിയാണ്. എന്താ മുസ്ലിം ലീഗിനെ രാജാക്കാൻ കാരണം ശത്രുക്കള്? ഒന്നുമല്ല, നമ്മുടെ കയ്യിൽ സത്യം. നമ്മുടെ കയ്യിൽ സത്യം അതുകൊണ്ടാണ് നമ്മൾ നേരെ വർഗീയതയ്ക്കെതിരാണ് മുസ്ലിം ലീഗ്. ഒരിക്കലും വർഗീയതയെ മുസ്ലിം ലീഗ് പ്രോത്സാഹിപ്പിക്കില്ല. ആ മുസ്ലിങ്ങളെ നമ്മൾ ചേർത്ത് പിടിക്കും. കേരളത്തിൽ ഇത്രയൊക്കെ മതസ്ഥാപനങ്ങളും മതപണ്ഡിതന്മാരും മതപാഠശാലകളും മതപ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടായിട്ട് ഒരു വർഗീയത കേരളത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ. എന്തുകൊണ്ട് കേരളത്തിൽ വർഗീയത ഉണ്ടായില്ല? അതിന് വലിയ പങ്കുവയ്ക്കുന്ന ഒരു കുടുംബമാണ് പാണക്കാട് സയ്യിദ് കുടുംബം. കേരളത്തിലെ എല്ലാ മതവിഭാഗങ്ങളും ഈ സദസ്സിൽ വിവിധ മതസംഘടനയുടെ ആൾക്കാരുണ്ടാവും. ഞാനൊരു മതസംഘടനയുടെ പ്രവർത്തനമാണ്. അതല്ലാത്ത മതസംഘടന പ്രവർത്തനം ധാരാളം. എല്ലാവരും പാലക്കാട് തങ്ങളെ ഒരു പൊതുനേതാവായി അംഗീകരിക്കും. അത് കേരളത്തിന്റെ ഒരു അന്തസ്സാണ്. അമുസ്ലിങ്ങൾ പോലും അദ്ദേഹത്തെ അംഗീകരിക്കും. അതൊരു അദ്ദേഹത്തിന്റെ ആ കുടുംബത്തിന്റെ ഒരു പാരമ്പര്യമാണ്. അതൊരു വല്ലാത്ത സംഭവമല്ലേ? അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക രീതിയാണ്. പാലക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അങ്ങനെ, ആ കുടുംബം അങ്ങനെയാണ്. ഇപ്പൊ മുനമ്പം വിഷയം കത്തു നിൽക്കുമ്പോ ഫാദേഴ്സിനെ ചെന്ന് കണ്ടിട്ട് ആ പ്രശ്നം പരിഹരിക്കാനും അത് കുഴപ്പമില്ലാത്ത രീതിയിൽ ആക്കി തീർക്കാനും വേണ്ടി പാതിരിമാരെ കാണാൻ വേണ്ടി പോയി. ചിലര് പറഞ്ഞു, എന്തിനാ അരമനയിലേക്ക് അങ്ങോട്ട് ചെല്ലുന്നത്?
ചില സന്ദർഭങ്ങളിൽ അവരുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഒരു പ്രദേശത്ത് ഒരു പ്രശ്നമുണ്ടായി, ആ പ്രശ്നത്തിന് പരിഹാരം തേടി നിൽക്കുമ്പോൾ ആ സമുദായത്തെ വെച്ച് വർഗീയത കളിക്കുമ്പോൾ അത് ഇല്ലാതാക്കാൻ പോകേണ്ടി വരും. CCN മണ്ണാർക്കാട്. മുസ്ലിം ലീഗ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം പ്രവർത്തക സംഗമം നടന്നു. MLA N ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. അവരുടെ ആദർശം പറഞ്ഞിരുന്നയാൾ അത് ശരിയല്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഇനി ഞാൻ വെറുപ്പിന്റെ കൂടാരത്തിൽ നിന്ന് സ്നേഹത്തിന്റെ കടയിലേക്ക് വരികയാണെന്ന് പറഞ്ഞാൽ അത് BJPക്ക് ആശങ്ക ഉണ്ടാക്കും. കാരണം അതിന് ട്രെൻഡ് ആകുമോ, ചെറുപ്പക്കാരൊക്കെ ഈ വഴിക്ക് ചിന്തിക്കുമോ? കാരണം അവരുടെ ചെറുപ്പക്കാർക്ക് വലിയ ആവേശം പകർന്ന ഒരു യൂത്ത് നേതാവായിരുന്നു സന്ദീപ് വാര്യർ. അപ്പൊ BJPക്ക് ആശങ്ക ഉണ്ടാവും. നിങ്ങൾക്ക് എന്തിനാ ആശങ്ക? ഇടതുപക്ഷങ്ങൾ അതിന്റെ പേരിൽ എന്തെല്ലാം പറഞ്ഞു അല്ലേ? സമുദായങ്ങൾ തെരഞ്ഞ് പത്രങ്ങൾ പോലും കണ്ടെത്തിയിട്ട് ഇയാളെ കുറിച്ചുള്ള കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം പറഞ്ഞത് കൊടുത്തു. അത് ശരിയാണ്. ഒരാൾക്കൊരു മാറ്റം ഉണ്ടാവും, മാനസാന്തരം ഉണ്ടാവും. മാനസാന്തരം ഉണ്ടായി അത് പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അമൂർത്തമായ ഒരു സന്ദർഭത്തിൽ അത് പ്രഖ്യാപിച്ച് ആ രാഷ്ട്രീയം ശരിയല്ല എന്ന് പറഞ്ഞു വരുമ്പോ മതേതര ചേരിക്ക് അഭിമാനമാണ്, മതേതര ചേരിക്ക് ആവേശം പകരുന്ന പ്രഖ്യാപനമാണ് നടത്തിയത്. നിയോജക മണ്ഡലം ഓഫീസായ ശിഹാബ് തങ്ങൾ സൗദത്തിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന് പണം സ്വരൂപിക്കാൻ പായസ ചലഞ്ച് നടത്താൻ മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചു. ഡിസംബർ 5 മുതൽ 20 വരെയാണ് ക്യാമ്പയിൻ. 24, 28 തീയതികളിലാണ് പായസ വിതരണം. അബ്ദുസമദ് പൂക്കോട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി. റഷീദ് ആലായൻ, കളത്തിൽ അബ്ദുള്ള, TA സിദ്ദീഖ്, കോളശ്ശേരി ഹുസൈൻ, ഗഫൂർ കോൽക്കളത്തിൽ, കല്ലടി അബൂബക്കർ, TA സലാം, ഷമീർ പഴേരി തുടങ്ങിയവർ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്. കേരള സംസ്ഥാന മൊബൈൽ ഫോൺ ടവർ എംപ്ലോയീസ് യൂണിയൻ 5ാം സംസ്ഥാന സമ്മേളനം നവംബർ 30-ന് മലപ്പുറം ടൗൺ ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും. സംസ്ഥാനത്ത് 1500-ലധികം പേർ മെമ്പർമാരായി യൂണിയന്റെ സംസ്ഥാന സംഘടനയുടെ 5ാം സംസ്ഥാന സമ്മേളനമാണ് മലപ്പുറത്ത് നടക്കുന്നത്. എല്ലാ ജില്ലയിൽ നിന്നും 250 പ്രതിനിധികളടക്കം 300 പേർ സമ്മേളനത്തിൽ പങ്കെടുക്കും. CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം രാവിലെ 10 മണിക്ക് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതിൽ ജില്ലാ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട്, സംസ്ഥാന കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന്റെ 5ാമത് സംസ്ഥാന സമ്മേളനം മലപ്പുറത്ത് വെച്ച് ഈ മാസം 30-ാം തീയതി നടക്കുകയാണ്. ടൗൺ ഹാളിൽ വെച്ചാണ് സമ്മേളനം നടക്കുന്നത്. ഏകദേശം 1500ഓളം ജീവനക്കാർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നു. നമ്മുടെ ജില്ലയിൽ തന്നെ ഏകദേശം 200 ജീവനക്കാരുണ്ട്. അതിൽ പകുതിയിലധികം വരുന്നവരുടെ CIT അംഗങ്ങളാണ്. ഇവരുടെ സേവന വേതന വ്യവസ്ഥകൾ അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിരന്തരം പ്രക്ഷോഭവും സമരങ്ങളും നടത്തേണ്ട ഒരു സ്ഥിതിയാണ് ഇപ്പോഴും. ഏത് സമയത്തും തൊഴിലാളികളെ പിരിച്ചുവിടാം, അതുപോലെ തന്നെ കൃത്യമായിട്ട് അവർക്ക് ശമ്പളമോ ആനുകൂല്യങ്ങളോ കിട്ടാത്തൊരവസ്ഥ. ആ രീതിയിലൊക്കെ വളരെ പ്രയാസപ്പെട്ട് ഈ മേഖലയിൽ തൊഴിലെന്നെ പിടിച്ചിരിക്കാനാണ്. വാർത്താ സമ്മേളനത്തിൽ MT മുസ്തഫ, C നൌഷാദ്, T അരുൺ, NK സാദിഖ് എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. CPM പെരിന്തൽമണ്ണ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി DYFI ആനമങ്ങാട് മേഖലാ കമ്മിറ്റി ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം V രമേശൻ ഉദ്ഘാടനം ചെയ്തു. ടൂർണമെന്റിലെ കളിക്കാരുമായി പരിചയപ്പെടുന്നു. CPIM ജില്ലാ സെക്രട്ടറി അംഗമായ സഖാവ് V രമേശൻ, CPIM പെരിന്തൽമണ്ണ സഖാവ് E രാജേഷ്, CPIM പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറി രാജേഷ്, ഏരിയ കമ്മിറ്റി അംഗം ഗോവിന്ദപ്രസാദ്, ആനമങ്ങാട് LC സെക്രട്ടറി പ്രേംകുമാർ, DYFI മേഖലാ സെക്രട്ടറി ആദർശ്, പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി ചെയർമാൻ ഷാജി എന്നിവർ പങ്കെടുത്തു. വിജയികൾക്ക് സമ്മാനങ്ങളും നൽകി. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശ്രീകൃഷ്ണപുരത്ത് നടക്കുന്ന പാലക്കാട് ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ 3ാം നാളിൽ കടുത്ത മത്സരം. സംഘനൃത്തം, ഭരതനാട്യം, പൂരക്കളി, മോണോ ആക്ട് തുടങ്ങിയ മത്സരങ്ങളും വിവിധ വേദികളിലായി നടന്നു. പെരിന്തൽമണ്ണ നഗരസഭയിലെ ലൈഫ് ഫ്ളാറ്റ് സമുച്ചയത്തിൽ നെറ്റ്വർക്കിംഗ് സംവിധാനത്തോടു കൂടിയ മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് കൗൺസിൽ അംഗീകാരം നൽകി. അടിയന്തര കൗൺസിൽ ചേർന്നാണ് അംഗീകാരം നൽകിയത്. സമസ്തയെയും ലീഗിനെയും 2 വഴിക്കാക്കാൻ ആര് ശ്രമിച്ചാലും സമ്മതിക്കില്ലെന്ന് അബ്ദുസമദ് പൂക്കോട്ടൂർ. സുപ്രഭാതം പത്രത്തിൽ പരസ്യം കൊടുത്ത് വൃത്തികേട് ചെയ്തു എന്നും അബ്ദുസമദ് പൂക്കോട്ടൂർ പറഞ്ഞു. മുസ്ലിം ലീഗ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം പ്രവർത്തക സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം
സഞ്ജു ഫാഷൻ SBT ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്. കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.